ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 കപ്പിന് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ എടുക്കുന്ന ഈ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 250 കപ്പിന് തന്നെ 1 കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. ഇതുപോലെ 1 കപ്പ് ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ശർക്കരയെല്ലാം നമുക്കിവിടെ നല്ല പോലെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ നമ്മൾ അളന്നെടുത്ത ആ അരിപ്പൊടിയിലേക്ക് അരിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കട്ടകളൊന്നും കൂടാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 250 കപ്പിന് തന്നെ 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 3 ഏലക്ക, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇതാ ഈ ഒരു ലൂസിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. പിന്നെ ഒരു കാര്യം, ചില അരിപ്പൊടിക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുതലായി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പാകത്തിനാക്കി എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊടി പാക്കറ്റ് പൊടിയല്ല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുന്ന ഈ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒന്ന് വറവായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ്യൂ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ എല്ലാതും ഞാൻ നെയ്യിൽ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ മാവിലേക്ക് ചൂടോടുകൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. റെസ്റ്റിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഒന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കേക്ക് ടിൻ തന്നെ എടുക്കണമെന്നില്ല, സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പകുതി മാവ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 എണ്ണം ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കനം കുറച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് 2 എണ്ണം ആക്കി എടുക്കുന്നത്. ഇതുപോലെ പകുതി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം ഇവിടെ വേവാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഈ സമയമാകുമ്പോഴത്തേന് തന്നെ നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാവുന്നതാണ്. ഇതിപ്പം നല്ല പോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം ഒരെണ്ണം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് രണ്ടാമത്തേതും ഇതുപോലെ ഒരു കേക്ക് ടിന്നിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ബാക്കിയുള്ള മാവും ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത പോലെ ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ രണ്ടാമത്തേതും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കും. അങ്ങനെ ഇതും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതുമായിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.